വിളിക്കട്ടെ. ടയേർഡാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഉറങ്ങിയിട്ടില്ല. ഇന്നലത്തെ നമ്മുടെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ല കേട്ടോ. കാരണം ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് 100 ദിവസമുള്ള ഡ്രസ്സെല്ലാം ഞങ്ങൾ റിട്ടേൺ അയക്കണമായിരുന്നു. അപ്പൊ ഞാൻ ഇരുന്ന് ഉറങ്ങിയിട്ടില്ല. ഒരുപോലെ കണ്ണടച്ചിട്ട് കൂടിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും പേര് ഇത്രയും ദൂരെ നിന്നൊക്കെ വന്നതുകൊണ്ട്. ഒരുപാട് എനിക്കറിയാം കൊച്ചിയിൽ നിന്നും പല ജില്ലകളിൽ നിന്നൊക്കെ വരുന്നവരാണ്. പിന്നെ എൻ്റെ കൂടെ തന്നെ എൻ്റെ ഫ്ലൈറ്റിൽ തന്നെ ഉണ്ടായിരുന്നു ഒത്തിരി പേര്, ഒരു 5 പേര്. അവിടെ തന്നെ ഒരു 5 ദിവസം അവിടെ സ്റ്റേ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. നന്നായിട്ട് സപ്പോർട്ട് നിങ്ങൾ എല്ലാവരും. കാരണം ഇവിടെ ഉള്ള മിക്ക മീഡിയസിനെ എനിക്ക് നന്നായിട്ട് നിങ്ങളെ അറിയാം. പല പ്രോഗ്രാമും ഇനാഗുറേഷനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരിചയമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സ്പേസ് തരുന്നത് തന്നെ. എന്തായാലും നിങ്ങളായിട്ട് എനിക്ക് തന്നതാണ് ഈ ഒരു കപ്പ്. അതുപോലെ ഞാൻ പറയണ്ടേ, ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. നിങ്ങൾ എപ്പിസോഡ് കണ്ടിട്ടുണ്ടോ ഇല്ലെന്നുള്ള എനിക്ക് അറിയില്ല. 1 മണിക്കൂർ 1.5 മണിക്കൂർ എപ്പിസോഡ് കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല. ശരിക്കും ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് 1.5 മണിക്കൂറുള്ള ഈ 24-ന്റെ ഇത് എപ്പിസോഡ് ലൈവ് കണ്ടാൽ മാത്രമേ അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്ന കാര്യം ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. കാര്യം നമ്മൾ 1.5 hour എഡിറ്റ് ചെയ്താൽ വരുന്നത് ആ ഒരു 24 മണിക്കൂറിലെ ഒരു ഷോയുടെ 1.5 hour എഡിറ്റ്. അപ്പൊ അത് കാണുമ്പോൾ ആളുകൾ പറയും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. ഇത് നമ്മൾ ഒരു ഫുൾ 24 hours അനു എന്താ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. എയർപോർട്ടിൽ വന്നത് ഫുള്ളും 24 മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണെന്ന് തോന്നുന്നു. അവിടെ സംസാരം കേട്ടപ്പോഴും ഒത്തിരി പേര് പറഞ്ഞു കാണുന്നുണ്ടെന്ന്. ഒരുപാട് സന്തോഷം. അതെ, ഒരുപാട് സന്തോഷം. ഇത് പറയണ്ടേ, ഓരോ ആഗ്രഹങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം. കൊച്ചിയിൽ എൻ്റെ വീട് കൊച്ചിയാണ്. അപ്പൊ കൊച്ചിയിൽ ഒരുപാട് ആളുകൾ നിന്ന് സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് കൊച്ചി, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലുള്ള ഒരുപാട് അമ്മമാർ എനിക്ക് വോയിസ് അയച്ചു. ഞാൻ എന്റെ ചേച്ചിക്കും എനിക്കും ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഫോൺ കൈ കിട്ടിയപ്പോ ഇൻസ്റ്റാഗ്രാം തോന്നപ്പോ എല്ലാരും പറഞ്ഞു നെഗൊക്കെ കാണും, നോക്കണ്ട. അല്ല, ഞാൻ പറയുന്നത് മൈൻഡ് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കതൊരു പ്രശ്നമല്ല. കാരണം എല്ലാവരുടെ ലൈഫിലും കാണും പോസിറ്റീവ് നെഗറ്റീവും ഒക്കെ. അതുകൊണ്ട് നോക്കിയപ്പോൾ ഫുള്ളും എനിക്കറിയില്ല, എനിക്ക് വന്നത് ഫുള്ളും അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും ഒക്കെ അവർ ആ ലൈവായിട്ട് കാണുന്ന ആ ഒരു മൊമെന്റാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും എനിക്ക് അത് കണ്ടുകൊണ്ടിരിക്കുന്നതോടും എല്ലാം അതായിരുന്നു, ഒരു പോസിറ്റീവായിരുന്നു. പിന്നെ 57% വിജയം, അതായത് അത്രയും വോട്ട് കിട്ടി ജയിച്ച ആദ്യത്തെ ലേഡി വിന്നറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പറയേണ്ടത്, നിങ്ങളെല്ലാം എന്നെ സ്നേഹിക്കുന്നില്ലേ? അപ്പം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നവരെ സ്നേഹിക്കുന്നുണ്ട്. അതെ, ഒരാഴ്ചത്തെ ഗ്രാഫ് എന്നെ നന്നായിട്ട്. ഇപ്പൊ നിങ്ങളിപ്പോ ഇനാഗുറേഷനും ഇപ്പൊ ഈ പറഞ്ഞ ഞാൻ ചെയ്തിട്ടുള്ള സ്റ്റാർ മാജിക് എന്നുള്ള പ്രോഗ്രാമിലൊക്കെയാണ് നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ളത്. അപ്പം ഞാൻ ഈ ഇല്ല. പക്ഷെ ഈ ഒരു പ്രാവശ്യം ഞാൻ സുരഭി സുഹാസിനി കഴിഞ്ഞ ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് സൂസു കഴിഞ്ഞിട്ടൊരു ബ്രേക്ക് എടുത്ത ടൈമിലാണ് സിനിമ ചെയ്യാനായിരുന്നു ഇഷ്ടം. അപ്പൊ ആ ടൈമിലാണ് എന്നെ ബിഗ് ബോസിന് വിളിക്കുന്നതും. എന്നാലും എനിക്ക് ഞാൻ ബിഗ് ബോസിന് പറ്റിയൊരു മെറ്റീരിയൽ അല്ലാതെ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. പെട്ടെന്ന് കരയുന്ന ഒരാളാണ്. അതുകൊണ്ട് അതിന് പറ്റിയ ഒരാളല്ലെന്ന് എനിക്ക് മനസ്സിലായി. അതെ, ഞാൻ ശരിക്കും ഞാൻ ബിഗ് ബോസ് ഞാൻ ദിൽഷയുടെ എൻട്രി ഉണ്ടായിരുന്നു എയർപോർട്ടില്. ഞാൻ കണ്ട ലേഡി ഒരു വിന്നറായ നീല്ലേ എയർപോർട്ടിൽ ഉണ്ട്. ഞാൻ അവിടെ നിന്ന് ആസ്വദിക്കായിരുന്നു ആ ഒരു മൂവ്മെന്റ്. ആസ്വദിക്കാൻ പറ്റി, അടുക്കാൻ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. ആ ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ, ഇവളുടെ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, ഞാൻ ഇന്ന് ആസ്വദിച്ച ഒരാളാണ്. ഇവള് ഇത് പ്രതീക്ഷിച്ചില്ല, ആള് വേണ്ട എന്ന് പറഞ്ഞു വന്ന ആളാണ്. ശരിക്കും ഞാൻ പ്ലാൻ ചെയ്തതാണ്. എല്ലാവരും പോയതിനു ശേഷം ഞാൻ ഒന്നെങ്കിൽ ട്രെയിനിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ 2-3 ദിവസം അവിടെ സ്റ്റേ ചെയ്ത ശേഷം വരാമെന്ന് ആ രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തത്. എന്റെ ഫ്ലൈറ്റ് ശരിക്കും കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു. ഞാനായിട്ട് മാറ്റിയതായിരുന്നു. എന്തായാലും അനുമോൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവർക്കും പോലും ഇപ്പൊ സൈബർ അറ്റാക്ക്, ഇപ്പൊ എക്സാമ്പിൾ ആയിരുന്നു. ഇയാള് ആഴ്ച വന്നിട്ട് സൈബർ അറ്റാക്ക് എടുക്കൊണ്ടിരുന്ന ആളായിരുന്നു. അത്രത്തോളം സ്നേഹിക്കുന്നല്ലേ അനുമോൾ. അല്ല, 25 പേരുണ്ടെങ്കിൽ അവരെല്ലാരും സ്നേഹിക്കുന്നുണ്ട്. പറയുന്നവര് പറഞ്ഞോട്ടെ എന്നതാണ്, മൈൻഡ് ചെയ്യാൻ പോകണ്ട. അതാണ് ഞാൻ എപ്പോഴും ഇപ്പം ഇത് എനിക്ക് കിട്ടിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഞാൻ പൊരുതി നേടിയതാണ് ഈ ഒരു കപ്പ് എന്ന് പറയുന്നത്. അതിപ്പം 24 മണിക്കൂറും ഈ ഒരു ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവും. അതുകൊണ്ടാണ്, അതിൽ നിന്നാണ് എനിക്ക് എയർപോർട്ടിൽ വന്ന പ്രേക്ഷകർ, അതായത് ഇതിന്റെ ഓഡിയൻസ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ അത്രമേൽ മനസ്സിലാക്കി സ്നേഹിക്കുന്നവരാണെന്നുള്ളത്.
അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഇനിയിപ്പോൾ ഒരു സൈഡിൽ കൂടെ ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും പിയറിന് ഞാൻ 15 ലക്ഷം 16 ലക്ഷം ഒക്കെ വാരി കൊടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ബിഗ് ബോസിലോട്ട് പോകേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു മനുഷ്യനാണ്. പോകുന്നതിന് മുന്നേ വരെ ഈ മനുഷ്യൻ്റെ അടുത്ത് ഞാൻ കാശ് കടം ചോദിച്ചിട്ടാണ് ഞാൻ പോയത്. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ കഴിയില്ല, സ്ട്രോങ് ആണ്. അപ്പോൾ എൻ്റെ സ്വന്തം ബ്രദറാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു ആളാണ്. ഗെയിമിന്റെ ഒരു ഭാഗമല്ല. അത് വേണ്ട, കാരണം ഞാൻ കളഞ്ഞു. ഞാൻ കളഞ്ഞു. കാരണം ഞാനോ എനിക്ക് അതും അറിയില്ല. അതും എല്ലാരും കഴിക്കാൻ വേണ്ടി കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം. അല്ലേ? നിങ്ങളൊക്കെ എപ്പിസോഡ് കാണുന്നവരാണോ? ഇപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നിയത്? ആണോ? ഗെയിമായിട്ട് തോന്നുന്നവരുണ്ടാവും, ചിലപ്പോൾ ജയിലായിട്ട് നിൽക്കുന്നവർ തോന്നും. എനിക്ക് പിന്നീട് പുറത്തുനിന്നവര് പറഞ്ഞ അനിമോള് ഓരോന്ന് കാണിച്ചിട്ടാണ് അനീഷ് ആ ഒരു ഇതിലോട്ട് അതാണ് പറയുന്നത്. പുറത്തുനിന്ന് വന്നവർക്ക് പലതും തോന്നുമായിരിക്കും. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. എന്നെ വേദനിപ്പിക്കാനും അല്ലെങ്കിൽ എന്നെ സന്തോഷിപ്പിക്കാനും വേണ്ടിയിട്ടൊക്കെ പലതും ചെയ്യും. ഞാൻ കുറച്ച് ഫ്രീ ആക്കോ. നല്ലോണം രക്ഷിപ്പിക്കാനോ അല്ലെങ്കിൽ താങ്ക്സ് ബഡീസ്. അപ്പോൾ എല്ലാവരും നന്നായിരിക്കുന്നു. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് അനുമോളെ നിങ്ങളെല്ലാവരും ആണ് എന്നെ ഞാനാക്കി. ശുഭരാത്രി, ശുഭനിദ്ര. പ്രഭാതം വെക്കും. അതെ, സുപ്രഭാതം. എല്ലാം ഉണ്ടോ?